ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സിലെ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. എന്താണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്? അതായത് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. നമുക്കറിയാം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് വയർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയും. ആ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതിനെയാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ വയർ എന്ന് പറയും. ഈ ഇലക്ട്രിക് വയർ അല്ലെങ്കിൽ ആ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, അതിന് ചുറ്റും എന്ത് ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇത് കണ്ടുപിടിച്ചത് ഹാൻസ് വോയ്സ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു സാധാരണ മാഗ്നറ്റിക് കോമ്പസ് അത് ഭൂമിയുടെ സർഫേസിൽ വെക്കുമ്പോൾ അത് സാധാരണ ഏത് പൊസിഷൻ അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് അത് റെസ്റ്റ് ചെയ്യുക? ജിയോഗ്രാഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇനി അതിന് പകരം ഒരു മാഗ്നറ്റിക് നീഡിൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുവാണെങ്കിൽ അത് ആ ഒരു സമയത്ത് കാണിക്കുക ഏത് ഡയറക്ഷൻ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാ. അല്ലാതെ ആ ഒരു സമയത്ത് അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കില്ല. അപ്പൊ ഒരു കോമ്പസ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ സാധാരണ ഒരു പ്ലേസിൽ വെക്കുവാണെങ്കിൽ, ഏതൊരു സ്ഥലത്തും വെക്കുവാണെങ്കിൽ അത് ആ ഒരു സ്ഥലത്തെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് കാണിക്കുക. ഇനി അതിന് പകരം അതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെക്കുന്നത് എങ്കിൽ അത് ഏത് ഡയറക്ഷനാണ് കാണിക്കുക? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുക. ഇനി നമുക്ക് ഹാൻസ് വോയ്സ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം. ഇതാണ് ഹാൻസ് വോയ്സ്റ്റഡിന്റെ എക്സ്പെരിമെന്റ്. ഇതിനകത്ത് ഇതൊരു ബാറ്ററിയാണ്. ഈ സർക്യൂട്ട് ഇപ്പോൾ ഓപ്പൺ ആണ്. അതിന്റെ അർത്ഥം ഈ സർക്യൂട്ടിൽ കൂടെ ഇപ്പൊ കറണ്ട് പാസ് ചെയ്യണില്ല. ഇതൊരു റിയോസ്റ്റാറ്റ് ആണ്. റിയോസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ അത് റെസിസ്റ്റൻസ് വാരി ചെയ്യും. റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ കറണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വാരി ചെയ്യിക്കാം. അപ്പൊ അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത് റിയോസ്റ്റാറ്റ്. ഇത് സാധാരണ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതൊരു സർക്യൂട്ട്, ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ട് ആണിത്. ഈ ഒരു സർക്യൂട്ടിനകത്ത് ഈ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ AB എന്ന് ലാബൽ ചെയ്തിട്ടുണ്ട്. ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആ ഒരു പ്ലേസിലെ, ആ ഒരു സ്ഥലത്തെ ഏത് ഡയറക്ഷനിലായിരിക്കുന്നത്? സൗത്ത് നോർത്ത് ഡയറക്ഷനിലായിരിക്കുന്നത്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നമ്മൾ ഇതിന്റെ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ജസ്റ്റ് ബിലോ നമ്മൾ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. അപ്പൊ ഇതിൽ കൂടെ കറന്റ് ഒഴുകണില്ല. അപ്പൊ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല ഇപ്പോ. അപ്പൊ സാധാരണ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഏത് ഡയറക്ഷനാ? അതിന്റെ നീഡില്, സാധാരണ ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ അപ്പൊ ഏത് ഡയറക്ഷൻ കാണിക്കും? നോർത്ത് ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു മാഗ്നറ്റിന്റെ ഈ ഒരു ഡാർക്കൻ ചെയ്ത ഭാഗമാണ് നോർത്ത്. അപ്പൊ ഈ നോർത്ത് ഇരിക്കുന്നത് ഇപ്പൊ ഏത് പൊസിഷൻ? ജിയോഗ്രാഫിക് നോർത്തിലാണ്. അതായത് ഇപ്പോ ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടെ കറന്റ് ഒഴുകുന്നില്ല. അപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പൊ സാധാരണ മാഗ്നറ്റിക് നീഡിൽ ഏത് ഡയറക്ഷൻ കാണിക്കും? ജിയോഗ്രാഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പൊ ഈ വയർ ഇരിക്കുന്നത്, AB എന്ന് പറഞ്ഞ വയർ ഇരിക്കുന്നത് ആ ഒരു പ്ലേസിൽ സൗത്ത് നോർത്ത് ഡയറക്ഷനിലാണ്. അപ്പൊ അത് കാണിച്ചു. ഇനി നമ്മൾ ഈ ഒരു കീ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. കീ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യും. ഇതിൽ കൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങി. കറണ്ട് എപ്പോഴും പോകുക ഏത് ഡയറക്ഷൻ? പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ. അതിന്റെ അർത്ഥം കറണ്ട് ഇപ്പോ പാസ് ചെയ്യുന്നത്, ഇതിൽ കൂടെ പാസ് ചെയ്യുന്നത് A to B ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ ഡെവലപ്പ് ആവും. അപ്പൊ എന്ത് ചെയ്യും? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഇപ്പൊ ഇത് ടേൺ ചെയ്യും. ഏത് ഡയറക്ഷനിലേക്ക്? ഇതിന്റെ ഈ നോർത്ത് എന്നുള്ള ഈ ഒരു ഭാഗം എവിടേക്ക് ടേൺ ചെയ്തു? ഈ നീഡില് എവിടേക്ക് ടേൺ ചെയ്തു? ടുവേർഡ്സ് വെസ്റ്റ്. ഇപ്പൊ ഇത് ഇങ്ങനെ ഇരുന്നറിഞ്ഞത് ടുവേർഡ്സ് വെസ്റ്റ്, ഈ ഒരു ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്തു. ഇപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ജസ്റ്റ് ബിലോ ആണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് നീഡിൽ ജസ്റ്റ് ബിലോ വെച്ചപ്പോ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ എവിടേക്ക് ടേൺ ചെയ്തു? ജസ്റ്റ് ഇറ്റ് ഈസ് ടേൺസ് ടുവേർഡ്സ് വെസ്റ്റ്. അപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുന്നത് A to B ആണ്. മാഗ്നറ്റിക് നീഡിൽ നമ്മൾ വെച്ചത് ജസ്റ്റ് ബിലോ ദി വയർ ആണ്. അപ്പൊ അത് ടേൺ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്ക്? ടുവേർഡ്സ് വെസ്റ്റ് ഡയറക്ഷൻ. ഇനി ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ എടുത്ത് നമ്മൾ ഈ വയറിന്റെ മുകളിൽ വെച്ചു.
മുകളിൽ വെക്കുമ്പോൾ അത് ഏത് ഡയറക്ഷനിലാണ്? കറണ്ട് ഇപ്പോഴും സെയിം എ ടു ബി ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ ഈ നോർത്ത് ഭാഗം ഏത് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടുവേർഡ്സ് ഈസ്റ്റ്, ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇപ്പോ ഈ ഒരു ഡയറക്ഷനിലോട്ട് ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പായി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്തു. അപ്പൊ കറണ്ട് ഇപ്പോൾ ഒഴുകുന്നത്, ഈ വയറിൽ കൂടെ ഒഴുകുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? ബി ടു എ ഡയറക്ഷൻ ആയിരിക്കും. നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ബിലോ ദ വയർ വെച്ചു. അപ്പോൾ അത് ടേൺ ചെയ്യുന്നത് ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ, അതായത് ഈ ഒരു ഡയറക്ഷൻ. അതായത് ബിലോ ദ വയർ ആണ് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിരിക്കുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നത് ബി ടു എ ഡയറക്ഷനിലാണ്. ബി ടു എ ഡയറക്ഷനിൽ പാസ് ചെയ്യുമ്പോൾ ആദ്യം അത് ടേൺ ചെയ്യുക എവിടേക്ക്? ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷൻ. ഇനി നമ്മൾ ഇതിന് പകരം അത് എബോവ് ദ വയർ വെക്കുവാണെങ്കിൽ അത് ഏത് ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുക? ടുവേർഡ്സ് വെസ്റ്റ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ഈ രണ്ട് കേസ് ആണെങ്കിലും എന്തുണ്ടായി? അതായത് ഈ ടേണിംഗ് ഒന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ബിലോ ദ വയർ വെച്ചു, ബിലോ ദ വയർ വെച്ചു, കറണ്ട് പാസ് ചെയ്യുന്നത് എ ടു ബി ആണെങ്കിൽ ടുവേർഡ്സ് വെസ്റ്റ് ആണ് അത് ടേൺ ചെയ്തത്. ഇനി ബിലോ ദ വയർ തന്നെ നമ്മൾ ഈ ഒരു കോമ്പസ് വെച്ചു, കറണ്ട് ഈ എ ടു ബിക്ക് പകരം ബി ടു എ പാസ് ചെയ്യണമെങ്കിൽ ഈ വെസ്റ്റ് എന്നുള്ള ഡയറക്ഷന് മാറി അത് ഏത് ഡയറക്ഷനായി? നേരെ റിവേഴ്സ് ചെയ്തു. ഏത് ഡയറക്ഷനിലേക്ക് ആക്കി അത് ടേൺ ചെയ്തത്? ഈസ്റ്റ് ഡയറക്ഷൻ. അതേപോലെ തന്നെ നമ്മൾ എബോവ് ദ വയർ ഈ ഒരു കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസ് വെച്ചു. അപ്പോ കറണ്ട് പാസ് ചെയ്യുന്നത് എ ടു ബി ആണെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ടേൺ ചെയ്തത്. ഇനി അതിന് പകരം ബി ടു എ ആണെങ്കിൽ ഇതിന്റെ നേരെ റിവേഴ്സ്, അതായത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് ഡെവലപ്പ് ആവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ ഈ ഒരു ടേണിങ്ങും, അതായത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും എന്തായി? റിവേഴ്സ് ആയി. അല്ലാണ്ട് ഇത് സെയിം ഡയറക്ഷനിലല്ലല്ലോ ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഓൾസോ എന്ത് ചെയ്തു? റിവേഴ്സ്ഡ്. ഇനി നമ്മൾ ഈ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് കറണ്ട് അവിടെ കൂട്ടി കൊടുക്കാണ്. അതായത് സ്ട്രെങ്ത് ഓഫ് ദി ബാറ്ററി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബാറ്ററി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബാറ്ററി ഉപയോഗിക്കാം. അങ്ങനെ എടുക്കുമ്പോൾ എന്തുണ്ടാവും? സ്ട്രെങ്ത് ഓഫ് ദി കറണ്ട് ഇൻക്രീസസ് മീൻസ് സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ഹാൻസ് ഓയിസ്റ്റേർഡ് പ്രൂവ് ചെയ്തത്. പ്രൂവ് ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് ഡെവലപ്പായി? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്. ഫസ്റ്റ് വൺ. If we reverse the direction of the current, direction of the magnetic field also reversed. രണ്ടാമത്തെ പോയിന്റ്. If we increase the magnitude of the current, strength of the magnetic field also increases. ഇതാണ് 3 പോയിന്റ്സ്. ഹാൻസ് ഓയിസ്റ്റേർഡ് കൺക്ലൂഡ് ചെയ്ത 3 പോയിന്റ്സ് ഇതാണ്. അപ്പൊ ഇതാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് ഡെവലപ്പ് ആവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുന്നുണ്ട്. ഇതാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇനി ഈ ഒരു മാഗ്നറ്റിക് എഫക്ട് ഓഫ് കറന്റിന്റെ ബാക്കി, അതായത് ഇത് എങ്ങനെ ഈ ഒരു ഡയറക്ഷൻ അറിയാം, ഇത് ഏതിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ഒരു മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്, ഇതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.